നമസ്കാരം. തേർഡ് ഐ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയുമായി സഹകരിക്കാൻ തീരുമാനിച്ചത് സംസ്ഥാനത്തിന് ലഭിക്കേണ്ട കേന്ദ്ര ഫണ്ട് ഉറപ്പാക്കാനാണെന്ന് സംസ്ഥാന സർക്കാർ. പദ്ധതിയുടെ ഭാഗമായി ഏകദേശം 480 കോടി രൂപയുടെ കേന്ദ്ര സഹായം ലഭിക്കുമെന്നാണ് സർക്കാർ വിശദീകരണം. എന്നാൽ PMAY സഹകരണവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ വിവാദവും ശക്തമാവുകയാണ്. PMAY പദ്ധതിയുടെ ഭാഗമായി വീടുകളിൽ പ്രധാനമന്ത്രിയുടെ ചിത്രം പതിപ്പിക്കില്ലെന്നും സർക്കാർ വ്യക്തമാക്കി. എന്നാൽ കേന്ദ്ര പദ്ധതിയുടെ ബ്രാൻഡിംഗ് വീടുകളിൽ ഉണ്ടാകും. നേരത്തെ ഇത്തരം ബ്രാൻഡിംഗ് വീടുകളിൽ ഉൾപ്പെടുത്തുന്നതിനെതിരെ LDF സർക്കാർ നിലപാട് സ്വീകരിച്ചിരുന്നു. വീടുകളിൽ പ്രധാനമന്ത്രിയുടെ ചിത്രമോ കേന്ദ്ര സർക്കാരിന്റെ പ്രചാരണപരമായ അടയാളങ്ങളോ ഉൾപ്പെടുത്തുന്നത് ഗുണഭോക്താക്കളുടെ ആത്മാഭിമാനത്തെ ബാധിക്കുമെന്നായിരുന്നു അന്നത്തെ വാദം. എന്നാൽ കേന്ദ്ര സഹായം നഷ്ടപ്പെടാതിരിക്കാനും ഭവന പദ്ധതിക്ക് ആവശ്യമായ സാമ്പത്തിക പിന്തുണ ഉറപ്പാക്കാനുമാണ് പുതിയ സർക്കാർ കേന്ദ്ര നിബന്ധനകൾ അംഗീകരിച്ചതെന്നാണ് വിശദീകരണം. സംസ്ഥാനത്ത് ഭവനരഹിതർക്ക് വീട് ലഭ്യമാക്കുന്നതിനുള്ള പദ്ധതികൾക്ക് കേന്ദ്ര സഹായം നിർണായകമാണെന്നും സർക്കാർ ചൂണ്ടിക്കാട്ടുന്നു. അതേസമയം PMAY പദ്ധതിയുമായി സഹകരിക്കാനുള്ള തീരുമാനം രാഷ്ട്രീയമായി ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ പദ്ധതിയായ PM ശ്രീ പദ്ധതിയുമായി കേരളം മുന്നോട്ട് പോകുന്നതിന് മുന്നോടിയായാണ് PMAYയിലെ സഹകരണം എന്ന വിമർശനവും ഉയരുന്നു. കേന്ദ്ര പദ്ധതികളുടെ നിബന്ധനകൾ അംഗീകരിക്കുന്നതിലൂടെ സംസ്ഥാനത്തിന്റെ മുൻ നിലപാടുകളിൽ മാറ്റം വരുത്തുകയാണെന്ന ആരോപണവും പ്രതിപക്ഷ ഭാഗത്തു നിന്ന് ഉയരുന്നുണ്ട്. പദ്ധതിയുടെ ഭാഗമായി വീടുകളിൽ പ്രധാനമന്ത്രിയുടെ ചിത്രം ഉണ്ടാകില്ലെന്ന സർക്കാർ നിലപാട് വിവാദത്തിന്റെ പ്രധാന വിഷയമായി തുടരുകയാണ്. കേന്ദ്ര ഫണ്ട് ലഭ്യമാക്കുന്നതിനായി പദ്ധതിയുടെ ബ്രാൻഡിംഗ് അംഗീകരിക്കുന്നതിൽ തെറ്റില്ലെന്നാണ് സർക്കാരിന്റെ വാദം. എന്നാൽ കേന്ദ്ര പദ്ധതികളുടെ പേരും ചിഹ്നങ്ങളും ഉപയോഗിക്കുന്നതിനെതിരെ നേരത്തെ സ്വീകരിച്ചിരിക്കുന്ന നിലപാടിൽ നിന്ന് സർക്കാർ പിന്നോട്ട് പോയോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. 480 കോടി രൂപയുടെ കേന്ദ്ര സഹായം സംസ്ഥാനത്തെ ഭവന പദ്ധതികൾക്ക് ലഭ്യമാക്കാൻ കഴിയുമെന്നതാണ് സർക്കാരിന്റെ പ്രധാന വാദം. അതേസമയം കേന്ദ്ര സഹായം ഉറപ്പാക്കുന്നതിനായി സ്വീകരിച്ച നയപരമായ തീരുമാനം രാഷ്ട്രീയമായി എത്രത്തോളം തിരിച്ചടിയാകുമെന്നാണ് ഇനി ശ്രദ്ധേയമാകുന്നത്.